നമ്മുടെ നാച്ചോസ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ജത്തിൻ. ഞാൻ ടീന. ഇത് ഞാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നാച്ചോസ് ഉണ്ടാക്കുക. അതിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ. അതിന് ശേഷം ഇവിടെ വീടിനടുത്ത് തന്നെ ഒരു കടമുണ്ട്. അവിടെ പോയി സൺസെറ്റൊക്കെ കണ്ട് അവിടെ ഇരുന്ന് കഴിക്കുക എന്നുള്ള. കുറേ ദിവസമായി വെളിയിലോട്ട് ഇറങ്ങിയിട്ട് കാറൊക്കെ ഫുള്ള് ഇല വീണു. വെളിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ സന്തോഷം കണ്ട്. ടാലിയെ പപ്പ കൊണ്ടുപോയി. നമുക്കിനി നമ്മുടെ പരിപാടി തുടങ്ങാം. നമുക്ക് നാച്ചോസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വെള്ളം ഒഴിക്കാം. പിന്നെ ഞാൻ ഒരു ചെറിയ പീസ് സവാളയും 2-3 വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ് അത് നമുക്ക് ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പിടാം, കുറച്ച് മുളക് പൊടി. ഇതൊന്ന് തിളയ്ക്കണം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി അരിപ്പൊടി ഇടാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. വേവിച്ച മാവായതുകൊണ്ടാണ് സൈഡ് ഇങ്ങനെ പൊട്ടിപ്പോകുന്നത്. പിന്നെ നമ്മളിങ്ങനെ ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് പരത്തി വെച്ചേക്കുന്ന നാച്ചോസ് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ഒഴിക്കാം. നമുക്കിതിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ നാച്ചോസ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചീസും ചില്ലി പൗഡറും കൂടെ കോട്ട് ചെയ്യണം. ചീസ് പൗഡറാണ്. കുറച്ച് മുളക് പൊടി ഇടാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നാച്ചോസ് ഇടാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അടിപൊളി. നല്ല സൂപ്പർ ക്രിസ്പി. ഇത് ആക്ച്വലി ലേസൊക്കെ പോലെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ഉണ്ട്. ഇങ്ങനെ തന്നെ ഇത് കഴിക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാം. ഇതിപ്പോൾ ചീസിൻ്റെ ഫ്ലേവറും കുറച്ച് എരിവും ഉപ്പും എല്ലാം കൂടെ നല്ല ടേസ്റ്റും. പിന്നെ കോൺഫ്ലവർ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. കോൺഫ്ലവറും അരിപ്പൊടിയും ഒരുമിച്ചും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ പ്ലെയിൻ റൈസ് നാച്ചോസ് ഉണ്ടാക്കുന്നത്. 4 മണിക്കൊക്കെ കഴിക്കാൻ ഇത്ര മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ചീസിൻ്റെ പൗഡർ, ചീസ് പൗഡർ വേണം. അത് ആമസോണിൽ കിട്ടും. ആയിട്ടാലേ ആ ഫ്ലേവർ വരത്തുള്ളൂ. പക്ഷെ നമുക്ക് കുറച്ച് വെജീസും കുറച്ചുകൂടെ ചീസൊക്കെ ഇട്ട് ഇതിൽ ലോഡ് ചെയ്യാം. വാ, നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്തോട്ട് ഇടാം. ടൊമാറ്റോ ഇട്ടു, ക്യാപ്സിക്കം ഇടാം, സ്വീറ്റ് കോൺ, ക്യാരറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്തിടാം. അടുത്തത് ചൈനീസ് ഫേവറേറ്റ് മോസറല്ല ചീസ്, ചില്ലി ഫ്ലേക്സ്, പെരി മസാല, ചില്ലി പൗഡർ, പെപ്പർ. മിക്സ് ചെയ്യാം നമുക്കിത്. സോൾട്ട് ഇട്ടില്ല.
അപ്പം നമ്മുടെ നാച്ചോസിലോട്ട് നമ്മുടെ വെജിറ്റബിൾസ് ആൻഡ് ചീസ് നമുക്ക് ലോഡ് ചെയ്യാം. വീണ്ടും കുറച്ച് മോസറല്ല നമുക്ക് ഗ്രേറ്റ് ചെയ്തിടാം. അപ്പം നല്ല ചീസ് കൊണ്ട് റിച്ച് ആയിരിക്കും. ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് അതിനകത്ത് ഇങ്ങനൊരു റിങ് ഇറക്കി വെച്ച് ഒന്ന് ചൂടാകട്ടെ. ചീസ് ആൻഡ് വെജ് ലോഡഡ് നാച്ചോസ് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. 5 മിനിറ്റ് അങ്ങനെ ചീസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചീസ് വെജ് ലോഡഡ് നാച്ചോസ് റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് ചീസ് ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടി ഞാൻ അടച്ച് വെച്ചിരുന്നു. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം ചൂടാറുന്നിടം വരെ അങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ ചീസ് ലോഡഡ് വെജ് നാച്ചോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്ഥലം നീലറ്റൂറാണ്. തിരുവല്ലയിൽ നിന്ന് അടുത്ത് പോകുന്ന വഴി പമ്പ ബോട്ട് റേസ് നടക്കുന്ന ഇവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇതിനോട് വീട്ടിൽ നടന്നു വരാൻ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത സ്ഥലത്ത് കാണാം. ബൈ.